Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കാം. ആ വ്യക്തി നമ്മുടെ പ്രസൻസിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും നൽകുന്നില്ല. അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നമ്മുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് തീരെ റിയലൈസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളാണ് കൂടുതലായും അവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാക്കുകൾ കൊണ്ട് അവരോട് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും ചിലപ്പോൾ അവർക്കിത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായും ചില പ്രവൃത്തികൾ കോൺഷ്യസ് ആയി ചെയ്യുന്നത് വഴി നമ്മുടെ വാല്യൂ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ കോൺഷ്യസ് ആയി ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എല്ലായ്പ്പോഴും അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരിക്കും ഓർഗനൈസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരിക്കും. ഇതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെ കൺസിഡർ ചെയ്യുന്നു, അവരുടെ ഒപ്പീനിയൻ നോക്കുന്നു, അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു കൺസേൺ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളും അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരിക്കും ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യാതെ പോകും എന്നുള്ളതാ. സോ ഇങ്ങനെ അവർ റിയലൈസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, നിങ്ങളെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അവര് ജസ്റ്റ് രണ്ടാമത്തെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ രണ്ടാമതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ ലൈഫ് കുറച്ച് ദിവസത്തേക്ക് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമതായി, ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്വാളിറ്റി ടൈം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ടൈം കണ്ടെത്തിക്കൊണ്ട് സ്പെൻഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാത്രമാണ് ടൈം കണ്ടെത്തുന്നത്, നിങ്ങൾ മാത്രമാണ് സംസാരിക്കാൻ മീറ്റ് ചെയ്യുന്നതിനൊക്കെ എഫേർട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു പ്രവണതയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനും കുറച്ച് ദിവസത്തേക്ക് ആബ്സെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ ഒന്നാമതെത്തുന്നത് വരെ ആ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നൽകുക. ഇനി മൂന്നാമതായി, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മെസ്സേജുകൾക്ക്, അവരുടെ കോളുകൾക്കൊക്കെ ക്വിക്കായി റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതും മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളെ ഫുൾ ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മോർണിംഗ് മുതൽ, രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്ന സമയത്ത് പോലും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കില്ല ലൈഫിൽ. മാത്രമല്ല, നിങ്ങൾ ഫ്രീ ടൈം കണ്ടെത്തിക്കൊണ്ടായിരിക്കും മേ ബി അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്പേസിലേക്ക് നിങ്ങൾ ചെല്ലണം, അല്ലെങ്കിൽ അവരുടേതായ സ്പേസിലേക്ക് അവരെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ടുഗെദർനെസ് അല്ലെങ്കിൽ ഓൾ ടൈം, നിങ്ങളുടെ ഓൾ ടൈം നിങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഇന്റിമസി കൂടുകയല്ല, മറിച്ച് ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഫ്രീ ടൈം കണ്ടെത്തുകയാണോ അതല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇതൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്തിനാണെങ്കിലും അവരുടെ മെസ്സേജുകൾക്കാണെങ്കിലും കോളുകൾക്കാണെങ്കിലും കുറച്ച് ടൈം നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. വേഗത്തിൽ മറുപടി കൊടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനും ചെറിയൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, കേൾക്കുന്ന സമയത്ത് കുറച്ച് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ കുറച്ച് ടോക്സിക് ആണോ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത്, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ഷോ ഓഫ് ചെയ്യേണ്ടത് ഇവിടെയാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ പ്രസൻസിന്റെ വാല്യൂ തീരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ഷോ ഓഫ് ചെയ്യണം. അതായത്, ആ വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നടത്താൻ നിങ്ങൾ കേപ്പബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഷോ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കും നിങ്ങൾ കോൺഫിഡന്റ് ആണോ അതോ വളരെ മൂഡ് ഓഫ് ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വല്ല ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ്. സോ അവരുടെ മുമ്പിലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഹാപ്പി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിരിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയായിരിക്കാം. അതായത് പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ വ്യക്തിക്കായിരിക്കും. പക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് ആ ഒരു നമ്പർ 1 സ്ഥാനം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം.
ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രയോറിറ്റി ഫസ്റ്റ് ആവുന്നത് വരെ നിങ്ങളും നൽകാതിരിക്കുക എന്നുള്ളതാണ്. ആ സമയം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ തന്നെ ആയി മാറുക. സെൽഫ് കെയറിന് സമയം കണ്ടെത്തുക, നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമായിരിക്കും. ഈ ഒരു സാഹചര്യമാണ് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഫൈനലി, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. പക്ഷെ ആ കാര്യങ്ങളൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർത്ത്, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് സ്വയം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നോ പറയാൻ സാധിക്കും. എസ് പറയേണ്ട കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ എസ് പറഞ്ഞു തുടങ്ങും. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞു തുടങ്ങും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താൻ ശ്രമിക്കും, നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, സ്വയം ഹാപ്പി ആകാൻ ശ്രമിക്കും. സോ നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് തിരിച്ചറിയുക, നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുക. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആ ഒരു നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ മനസ്സിലാക്കുന്നില്ല, തീരെ റിയലൈസ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഓപ്പണായി സംസാരിച്ചിട്ട് കൂടി ആ വാക്കുകൾക്ക് വാല്യൂ നൽകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സ്റ്റിൽ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി മാറുന്നതാണ്. തീർച്ചയായും ഇതിനൊരു കാലയളവ് ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെന്റിൽ നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എത്രത്തോളമാണെന്നുള്ളത് ആ വ്യക്തിക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. തീർച്ചയായും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏത് വ്യക്തിയാണെങ്കിലും അത് മനസ്സിലാക്കുകയും ചെയ്യും. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ, ഒരുപക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കാം. അത് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്